വെൽക്കം ടു ശ്രീമാസ്. ഞാനിവിടെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ് സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ, അതിൻ്റെ മലയാളം ഘനരൂപങ്ങൾ, അതിനെപ്പറ്റി വിശദമായൊരു ക്ലാസ്. എന്താണ് സോളിഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണെന്ന് വിശദമായൊരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതായത് ആദ്യം നമുക്ക് ക്യൂബിനെ പറ്റി പഠിക്കാം. ക്യൂബ് എന്നുള്ളതിൻ്റെ മലയാളം എന്താണ്? സമചതുരക്കട്ട. അതായത് സോളിഡ്സിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ മത്സര പരീക്ഷകൾക്ക് 2 ക്വസ്റ്റ്യൻ വീതമൊക്കെ കാണാറുണ്ട്. 10 2 എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് ഇതിനെപ്പറ്റിയുള്ള തിയറി ഇത് വിശദമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. തിയറി എന്താണ്, ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ആ ഫോർമുല വഴി കട്ടാക്കിയാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ ഫോർമുലയും പഠിക്കുക, അതിൻ്റെ തിയറിയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നല്ല ആക്യുറസി വേണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പീഡിൽ അത് ചെയ്യാൻ പറ്റുന്നതാണ്. തിയറി അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ക്യൂബ് എന്ന് കണ്ടാൽ എന്താണെന്ന് മനസ്സിലാവില്ലല്ലോ. ക്യൂബായാലും ക്യൂബായാലും എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് ക്യൂബ്. ക്യൂബിൻ്റെ അല്ലെ സമചതുരക്കട്ട, ഇത് എ എന്നതിൻ്റെ എഡ്ജ്, അതിൻ്റെ ഉപരിതല വിസ്തീർണം 6a². അതായത് എ വശമായിട്ടുള്ള ഒരു എഡ്ജായിട്ടുള്ള ഒരു സമചതുരക്കട്ട അഥവാ ക്യൂബ്, ഇംഗ്ലീഷിൽ ക്യൂബ് എന്ന് പറയും. അതിൻ്റെ ഉപരിതല വിസ്തീർണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതിൻ്റെ സർഫസ് ഏരിയ. ഫോർമുലയാണ് 6a². അത്രയും സ്ക്വയർ യൂണിറ്റ്സ്. ഏരിയ വിസ്തീർണം എപ്പോഴും ചതുരശ്ര യൂണിറ്റ് ആയിരിക്കും. 1 സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ, 2 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സ്ക്വയർ. അപ്പോൾ ഇനി അതിൻ്റെ വോളിയം അഥവാ വ്യാപ്തം, ഇംഗ്ലീഷിൽ വോളിയം എന്ന് പറയും, മലയാളത്തിൽ അതിന് വ്യാപ്തം എന്ന് പറയും. അതിന് a³ അതിൻ്റെ വശമായാൽ, സൈഡായാൽ ഇത് സെയിം ആയിരിക്കും എല്ലായിടും. സ്ക്വയർ ഇത് വരും എല്ലാ വശവും, 4 സൈഡും തുല്യമായിരിക്കും. അത് സമചതുരം എന്ന് പറയാം, അല്ലെങ്കിൽ ക്യൂബ് എന്ന് പറയും. ഇതിന് a³ ക്യൂബിക് യൂണിറ്റ്സ് എപ്പോഴും യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വ്യാപ്തം എന്ന് പറയുന്നത് ഇപ്പോൾ 3 a അങ്ങനെ വരുന്നതുകൊണ്ടാണ് ക്യൂബിക് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. മീറ്റർ ആണെങ്കിൽ മീറ്റർ ക്യൂബ്, സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ്, അതാണ് ക്യൂബിക് യൂണിറ്റ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പോൾ ഈ സമചതുരക്കട്ട അതായത് ക്യൂബ് എന്താണെന്ന് മനസ്സിലായി. ക്യൂബിൻ്റെ ഫോർമുല ഇതാ നമുക്ക് മെയിനായിട്ട്. ഇതിപ്പോൾ ഇത്ര സൈഡ് നീളമുള്ള ഇതിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ഈ ഫോർമുല പഠിച്ചിട്ടുണ്ട്. നമുക്ക് a³ വന്നിട്ടിട്ട് a ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 6 × 6 അത്ര ചെയ്ത് അത്രയും ക്യൂബിക് യൂണിറ്റ്സ് അത് ചെയ്യാൻ വേണ്ടു. അതുപോലെ അതിൻ്റെ ഉപരിതല വിസ്തീർണം അഥവാ സർഫസ് ഏരിയ, ഇംഗ്ലീഷിൽ സർഫസ് ഏരിയ. ഇതിന് നമുക്ക് ക്യൂബിൻ്റെ സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല വിസ്തീർണം 6a² ചതുരശ്ര യൂണിറ്റ്. അതായത് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അത്, മീറ്റർ സ്ക്വയർ ആണെങ്കിൽ അത്, എപ്പോഴും വിസ്തീർണം സ്ക്വയർ യൂണിറ്റ്സ് ആണ് വരിക, അതിൻ്റെ യൂണിറ്റ്. ഇനി വ്യാപ്തം അത് 3 തവണ എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ × 5 സെൻറ്റിമീറ്റർ × 5 സെൻറ്റിമീറ്റർ 125 cm³ 3 തവണ വന്നുകൊണ്ടാണ്. cm × cm ക്യൂബിക് യൂണിറ്റ്സ്. ഇനി ക്യൂബോയിഡ് നോക്കാമല്ലോ. അത് തുല്യമായിരിക്കത്തില്ല. ക്യൂബോയിഡ് എന്ന് പറയുന്നത് ചതുരസ്തംഭം. ഇതാണ് ഇതിൻ്റെ നീളം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് h. ചതുരസ്തംഭം, ഇതിൻ്റെ മലയാളം ചതുരസ്തംഭം, അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് ക്യൂബോയിഡ്. ഇതാണ് ചതുരസ്തംഭം. അതിൻ്റെ ലെങ്ത്, നീളം ഇത്, ബ്രെഡ്ത്ത് വീതി ഇത് ഹൈറ്റ്, അതിൻ്റെ പൊക്ക. അതെങ്ങനെ വരയ്ക്കും നമ്മൾ?
ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, അതിൻ്റെ മധ്യത്തിൽ വേറൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, അതേ സെയിം, എന്നിട്ട് യോജിപ്പിക്കുക. ഇതായി നമുക്ക്. ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്, ഇത് ഹൈറ്റ്, ഇത് പൊക്കം, ഉന്നതി, ഉയരം, പൊക്ക എന്നൊക്കെ പറയുന്നത് ഹൈറ്റ്. അതായത് ഇതിൻ്റെ നമുക്ക് നോക്കാമല്ലോ. ഇതിൻ്റെ എങ്ങനെയാണ്? ഒരു ചതുരസ്തംഭത്തിൻ്റെ ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ എസ് എ എന്ന് പറയും. സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 2 × LB + BH + LH. ഇത് 3 കൊടുക്കുക. 2 × LB + BH + LH. L എന്ന് പറയുന്നത് അതിൻ്റെ നീളം, ബി എന്ന് പറയുന്നത് വീതി. ഇത് നീളം, ഇത് വീതി, ഇത് ഹൈറ്റ്, ഉയരം അല്ലെങ്കിൽ ഉന്നതി എന്ന് പറയും. ഉയരം അല്ലെങ്കിൽ ഉന്നതി. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ക്യൂബോയിഡ്, ചതുരസ്തംഭം, ക്യൂബോയിഡ്. അതിൻ്റെ ഉപരിതല വിസ്തീർണം കാണാനുള്ള ഫോർമുല ഒന്നും കൂടി പറയാം. ഇങ്ങോട്ടെടുത്ത് ഫോർമുല: സർഫസ് ഏരിയ അല്ലെങ്കിൽ ഉപരിതല വിസ്തീർണം കാണാനുള്ള ഫോർമുല 2 × LB + BH + LH. എല്ലാം വരണം. LB + BH + LH. ഒന്നും ഓർത്താൽ ബാക്കിയെല്ലാം അങ്ങനെ ഓട്ടോമാറ്റിക് വന്നു. LB, BH, LH എല്ലാം വരണമെന്നേ ഉള്ളൂ വേറായിട്ട്. L എന്ന് പറയുന്നത് അതിൻ്റെ ചതുരസ്തംഭത്തിൻ്റെ നീളം, ലെങ്ത്. ബി എന്ന് പറയുന്നത് വീതി, വിഡ്ത്ത് എന്ന് പറയും ഇംഗ്ലീഷിൽ. വിഡ്ത്തെന്നോ. എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ്, ഉന്നതി, ഉയരം. അതായത് ഒന്നുകൂടി പറയാം. ക്യൂബ് എന്ന് പറഞ്ഞാൽ സമചതുരക്കട്ട. അതിൻ്റെ എല്ലാ വശവും തുല്യമായിരിക്കും. ഇവിടെ എല്ലായിടും എ ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഫിഗർ. ഒരു സമചതുരം വരയ്ക്കുക, അതിൻ്റെ മധ്യത്ത് വേറെ അതുപോലുള്ള ഒരു സമചതുരം വരയ്ക്കുക, ഇത് ജോയിൻ ചെയ്യുക. ഇതാണ് ക്യൂബ് അല്ലെങ്കിൽ സമചതുരക്കട്ട. അതിൻ്റെ ക്യൂബിൻ്റെ, ചിലപ്പോൾ ക്യൂബെന്ന് മലയാളത്തിൽ അങ്ങനെയും കാണാറുണ്ട്. ക്യൂബിൻ്റെ ഉപരിതല വിസ്തീർണം 6a² സ്ക്വയർ യൂണിറ്റ്സ്. ഇനി അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് a³ ക്യൂബിക് യൂണിറ്റ്സ്. സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി ക്യൂബോയിഡ് അഥവാ ചതുരസ്തംഭം, അതായത് അത് വോളിയം. ഇത് ഉപരിതല വിസ്തീർണം എന്ന് പറയാൻ 2 × LB + BH + LH. എല്ലാ പേരും വരണമെന്നുള്ളത്. LB, BH, LH. ഇനി അടുത്ത നമുക്ക് ചതുരസ്തംഭത്തിൻ്റെ വ്യാപ്തം നോക്കാം. ക്യൂബിൻ്റെ പഠിച്ചു. ഇനി ചതുരസ്തംഭം, അതാ ക്യൂബോയിഡ് ഒന്നും കൂടെ പറയാം. ചതുരസ്തംഭം അതിൻ്റെ സർഫസ് ഏരിയ അഥവാ ഉപരിതല വിസ്തീർണം, അതിൻ്റെ മലയാളം ഉപരിതല വിസ്തീർണം സമം 2 × LB + BH + LH. എല്ലാം വരണമെന്നേ ഉള്ളൂ. എല്ലാ പെയറും വരണം. LBയും BH, LH. ഇതാണ് ചതുരസ്തംഭം. ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്, ഇത് ഹൈറ്റ്, അതിൻ്റെ ഉന്നതി. അതായത് ഇത് L നീളം, ബ്രെഡ്ത്ത്, B വീതി, H ഉന്നതിയെന്നോ ഉയരമെന്നോ എന്തായാലും പറയും. അത് രണ്ടും ഒന്ന് തന്നെ. ഇങ്ങോട്ടുള്ള പൊക്കം. അതായത് ഇത്രയും സ്ക്വയർ യൂണിറ്റ്സ് ആണ്. 2 × LB + BH + LH. എപ്പോഴും വിസ്തീർണം പറയുമ്പോൾ സ്ക്വയർ യൂണിറ്റ്സ് ആണ്. സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ. ഇതെല്ലാം ലെങ്തും ബ്രെഡ്ത്തും കൂടെ അല്ലേ ഇൻറ്റു ചെയ്യുന്നത്. അതുപോലെ ബ്രെഡ്ത്ത് കയറ്റും. ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്ത് കൂട്ടാൽ മതി. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ ഇനി അടുത്തത് വ്യാപ്തം, വ്യാപ്തം, വോളിയം ഓഫ് എ ക്യൂബോയിഡ്. അതായത് L × B × H, LBH. വോളിയം എന്ന് പറയുന്നത് LBH, where L is the length and B is the breadth and H is the height of the cuboid. അത്രയും ക്യൂബിക് യൂണിറ്റ്സ്. നെക്സ്റ്റ് ഇനി അടുത്ത സിലിണ്ടർ നോക്കാമല്ലോ. സിലിണ്ടർ
സിലിണ്ടറിന് അങ്ങനെ മലയാളത്തിൽ ഇംഗ്ലീഷിലും എല്ലാം അങ്ങനെ തന്നെയാണെന്ന് പറയുന്നത്. സിലിണ്ടറിൻ്റെ ചിത്രം വരച്ച് നോക്കാം നമുക്കിവിടെ. ഇവിടെ നിന്ന് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് മുകൾഭാഗം സർക്കിൾ ആകൃതിയിലായിരിക്കും, താഴെ ഭാഗവും സർക്കിൾ ആകൃതിയിലായിരിക്കും. സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരം അതാണ് ആ ഡിസ്റ്റൻസാണ് എച്ച്, ഇതിൻ്റെ ഉന്നതി. ഇതോ ഇതിൻ്റെ റേഡിയസ്, ഇവിടെയുണ്ട് റേഡിയസ്. ഇതിന് രണ്ട് ടൈപ്പിലുള്ള വിസ്തീർണ്ണമുണ്ട്. ഇതിങ്ങനെ വളഞ്ഞു വരുന്നത് റൗണ്ടിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. സ്ക്വയർഡ് സർഫസ് ഏരിയ അഥവാ വക്രതല വിസ്തീർണം. വക്രതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞു വരുന്നത്, അതായത് വക്രമായിട്ടുള്ള അതിൻ്റെ വിസ്തീർണം കാണാൻ ഒരു ഫോർമുല ഉണ്ട്. വക്രതല വിസ്തീർണം കാണാൻ ചിലപ്പോൾ ചോദിക്കുക, ചിലപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ആകെ ഉപരിതല വിസ്തീർണം. അപ്പോൾ ഏതാ ചോദിച്ചാൽ CSAക്ക് ഒരു ഫോർമുല ഉണ്ട്. ടു പൈ RH, വേർ ആര റേഡിയസ്, ആർ എന്ന് പറയുന്നത് റേഡിയസ് അല്ലെങ്കിൽ ആര, എച്ച് എന്ന് പറയുന്നത് അതാ ഈ ഹൈറ്റ് ഇത്, അതായത് ഇതിൻ്റെ താഴത്തെ സർക്കിളിൻ്റെ സെൻറ്റർ മുതൽ മുകളിലത്തെ സെൻറ്റർ വരെയുള്ള ഹൈറ്റ്, ഉന്നതി അല്ലെങ്കിൽ ഉയരം. ഉന്നതി ഇത്രയും 2 പൈ RH ആണ് കർവ്ഡ് സർഫസ് ഏരിയ. അത് മാത്രം ഈ വക്രമായിട്ടുള്ള വക്രതല വിസ്തീർണം മാത്രം. അങ്ങനെ ചോദിച്ചാൽ ഈ ഫോർമുല മതി. അത്രയും സ്ക്വയർ യൂണിറ്റ്സ്, വിസ്തീർണം എല്ലായിടത്തും സ്ക്വയർ യൂണിറ്റ്സ് ആണ്. ഇനി TSA അതായത് ആകെ ഉപരിതല വിസ്തീർണമാണ്, ടോട്ടൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചതെങ്കിൽ ഈ 2 പൈ RHൻ്റെ കൂടെ, അതായത് CSAയും പിന്നെ ഇവിടെ രണ്ടിടത്തും സർക്കിൾ, ഇവിടെ സർക്കിള് ഇവിടെ ഒരു സർക്കിൾ, താഴെ സർക്കിൾ ഫോം മുകളിൽ സർക്കിൾ ഫോം, അപ്പോൾ അതിൻ്റെ ഏരിയയും കൂടെ കൂട്ടണം. അതായത് 2 പൈ RH അതായത് CSAയുടെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം പറഞ്ഞുതരാം. CSA ആ കർവ്ഡ് സർഫസ് ഏരിയയും മൊത്തം ഏരിയ ആണ്. TSA മീൻസ് ടോട്ടൽ സർഫസ് ഏരിയ, ആകെ ഉപരിതല വിസ്തീർണം സിലിണ്ടറിൻ്റെ. അതായത് ഈ CSAയുടെ കൂടെ ഇതിൻ്റെ ഏരിയ എന്താന്ന് സർക്കിളിനെ നമുക്കറിയാം, ആരമുള്ള ഒരു വൃത്തത്തിൻ്റെ ഏരിയ വിസ്തീർണം കാണാൻ πr². ഇവിടെ ഒരു πr² ഉണ്ട്, താഴെ ഉണ്ട് അതുപോലൊരു റീജിയൻ ഈ ഷെയ്ഡ് ചെയ്തത്, അതായത് πr² + πr², അതുകൂടെ കൂട്ടണം, അതായത് 2 times πr². പക്ഷേ ഈ ഫോർമുല നമ്മളിങ്ങനെ പഠിച്ചാൽ മതി. CSA എത്രയാണ് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്, അറിയാം. 2 പൈ RH + 2 times πr². ഇതിൽ രണ്ടിൽ നിന്നും 2 പൈ R വെളിയിലെടുക്കാം. 2 പൈ R × H + R. TSA ചോദിച്ചെങ്കിൽ 2 പൈ R × H + R. അത്രയും സ്ക്വയർ യൂണിറ്റ് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ വിസ്തീർണം. അപ്പോൾ സ്ക്വയർ യൂണിറ്റ്സ് എന്താണെന്നത് വന്നത് CSA ആ വളഞ്ഞുള്ള ഇത് കേർഡ് സർഫസ്, അത് വളഞ്ഞിട്ടായിരിക്കുമല്ലോ, ഇങ്ങനെ ആയിരിക്കും ഉള്ളത്. മുകളിലൊരു റൗണ്ട് സർക്കിള്, താഴെ ഉണ്ട് ഒരു റൗണ്ട് സർക്കിൾ, ഇതും കൂടി കൂട്ടണം. ഇതിൻ്റെ ഒരു πr², ഇതൊരു πr², രണ്ടും കൂടെ കൂട്ടിയാൽ 2 പൈ R². ഇതിന് വെളിയിലിഞ്ഞ് പൊതുവായിട്ട് ഇവിടെയുണ്ട് 2 പൈ R, ഇവിടെയുണ്ട്. എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ ഒരു R ഉണ്ട്. അതായത് സിലിണ്ടറിൻ്റെ ആകെ ഉപരിതല വിസ്തീർണം ചോദിച്ചെങ്കിൽ ഈ ഫോർമുല 2 പൈ R × H + R സ്ക്വയർ യൂണിറ്റ്സ്. അത് തിയറി വിശദമായിട്ട് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി. അതിൻ്റെ വക്രതല വിസ്തീർണം മാത്രമാണ് ചോദിച്ചെങ്കിൽ 2 പൈ RH CSA. മറ്റേ ടോട്ടൽ സർഫസ് ഏരിയ ആകെ ചോദിച്ചെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗവും ഈ ഷെയ്ഡ് ചെയ്ത ഭാഗവും, അതായത് രണ്ട് സർക്കിൾ, ഒരു സർക്കിളിൻ്റെ വിസ്തീർണം എത്രയാണെന്ന് നമുക്കറിയാം, πr². അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ 2 പൈ R². എന്നിട്ട് ഇതിന് പൊതുവായിട്ട് ഇനി വെളിയിലെടുക്കും. കോമൺ ഫാക്ടർ 2 പൈ R × പിന്നെ ഇവിടെ ഒരു H ഉണ്ട്, പിന്നെ ഇവിടെ ഒരു R² ഒരു R എടുത്തു, H + R. അപ്പോൾ സിലിണ്ടറിൻ്റെ വക്രതല വിസ്തീർണം പഠിച്ചു, CSA പഠിച്ചു, TSA പഠിച്ചു. ഇനി നമുക്ക് സിലിണ്ടറിൻ്റെ വ്യാപ്തം പഠിക്കാം. ഏതിൻ്റെയും വ്യാപ്തം ചിലപ്പോൾ ഇങ്ങനെ തരാം, പാദവിസ്തീർണവും ഉന്നതിയും തരാം. പാദവിസ്തീർണവും ഉന്നതിയും തന്നാൽ വ്യാപ്തം കാണാൻ ഒരു ഫോർമുലയുണ്ട്, പാദവിസ്തീർണം × ഉന്നതി അല്ലെങ്കിൽ ബേസ് ഏരിയ × ഹൈറ്റ്. അങ്ങനെയും ചോദിക്കാം.
അതിപ്പോൾ സിലിണ്ടറിൻ്റെ പാദ വിസ്തീർണം എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്, ഉന്നതി എത്ര ആണ്, അതിൻ്റെ വ്യാപ്തം കാണുമെന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി. അതൊരു ഫോർമുലയാണ്. പാദ വിസ്തീർണം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം വ്യാപ്തം. അങ്ങനെയും ചോദിക്കാം. ഇത് രണ്ടും ഒരു ഫോർമുല തന്നെ വരും. പാദ വിസ്തീർണം ഗുണം ഉന്നതി, അതിൽ നിന്നാണ് ഇത് വരുന്നത്. ഈക്വൽ ടു പാദ ഏത് ആകൃതിയിലാണ്? വൃത്തത്തിൻ്റെ വിസ്തീർണം എന്താണ്? പൈ ആർ സ്ക്വയർ. അങ്ങനെ ഓർത്താലും മതി. ഇൻറ്റു എച്ച്. അതായത് സിലിണ്ടറിൻ്റെ വ്യാപ്തം കാണാനുള്ള ഫോർമുല പൈ ആർ സ്ക്വയർ എച്ച് ക്യൂബിക് യൂണിറ്റ്സ്. അതായത് സെൻറ്റിമീറ്റർ ക്യൂബാണ് അത്, മീറ്റർ ക്യൂബാണ് അത്. അതായത് സിലിണ്ടറിൻ്റെത് ഒന്നും കൂടി പറയാം. സിലിണ്ടർ ആരം, ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഇത് ഹൈറ്റ്, അതിൻ്റെ ഉന്നതി, ഇതും ആരം. ഇതിൻ്റെ CSA രണ്ട് തരത്തിലുള്ള ഏരിയ ഉണ്ട്. കാർഡ് സർഫസ് ഏരിയ ഉണ്ട്, പിന്നെ മറ്റേ ഈ രണ്ട് സൈഡിലുള്ളതും ഉണ്ട്. ആകെ വരുമ്പോൾ TSA വരും. ഇത് CSA എന്ന് പറയുന്നത് 2πRH. വക്രതല വിസ്തീർണം മാത്രമാണ് ചോദിച്ചെങ്കിൽ ഇത് എഴുതിയാൽ മതി. 6 വെച്ചും തന്നിരിക്കും. അപ്പോൾ 2πRH എന്ന് ഇട്ടിട്ട് ആ ഫോർമുലയിലങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇനി TSA ചോദിച്ചെങ്കിലോ, TSA മീൻസ് ടോട്ടൽ സർഫസ് ഏരിയ, ആകെ ടോട്ടൽ ആകെ ഉപരിതല വിസ്തീർണം. അതായത് ഇത് CSAയുടെ കൂടെ ഈ 2 തവണ സർക്കിളിൻ്റെ ഏരിയ കൂട്ടണം. ഇവിടെ ഒരു സർക്കിളുണ്ട്, ഇവിടെ ഒരു സർക്കിളുണ്ട്, താഴെയുണ്ട്, മുകളിലുണ്ട്. അതായത് 2 തവണ സർക്കിളിൻ്റെ ഏരിയ എന്തുവാന്ന് നമുക്കറിയാം, പൈ ആർ സ്ക്വയർ. എങ്ങനെ വന്നെന്ന് പറയുന്നതാണ്. അതായത് 2πRH പ്ലസ് 2πR സ്ക്വയർ. ഇതിലുണ്ട് ഒരു 2πR, ഇതിൽ നിന്ന് ഒരു 2πR ഇനി വെളിയിലെടുത്താൽ പിന്നെ എന്തുകൊണ്ട് 2πR ഇൻറ്റു എച്ച് പ്ലസ് ആർ. ഇവിടെ ഒരു എച്ച് ഉണ്ട് അധികം, ഇവിടെ ആർ സ്ക്വയറിൽ നിന്ന് ഒരു ആറിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ 2πR എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 6 മാത്രം ബാക്കിയുണ്ട്. അതാണ് ഇതിൻ്റെ ഏരിയ ആയതുകൊണ്ട് അത്രയും സ്ക്വയർ യൂണിറ്റ്സ്. ഇത് ഈ 2 ഭാഗം കൂടെ കൂട്ടേണ്ടത് കൊണ്ടാണ് CSA ഇതും കൂടെ വന്നത്, 2 സർക്കിൾ. ഇനി വൃത്തസ്തൂപിക. വൃത്തസ്തൂപിക അല്ലെങ്കിൽ റൈറ്റ് സർക്കുലർ കോൺ. അതിനെ നമുക്ക് ഇങ്ങനെ വരച്ച് കാണിക്കാം. ഇങ്ങനെ ഒരു ഭാഗം, സിലിണ്ടർ 2 ഭാഗം ഇങ്ങനെ സർക്കിൾ ആകൃതിയിലായിരിക്കും. ഇത് ഒരു ഭാഗം ഇങ്ങനെ കോർമ്പനായിട്ട് വരും, പിന്നെ ഒരു ഭാഗം സർക്കുലർ മോഡലിലും ആയിരിക്കും. ഇവിടുന്ന് ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ദൂരമാണ് H എന്ന് പറയുന്നത്. പിന്നെ ഇവിടുന്ന് ഇതിൻ്റെ സെൻറ്റർ സർക്കിൾ ആകൃതിയിലല്ലേ, ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം റേഡിയസ് ആണ്, ആരമാണ്, അത് നമുക്കറിയാം. ഇനി ഈ ദൂരത്തെ നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പാർശ്വോന്നതി. ഈ സൈഡിലാണ് വന്നേക്കുന്നത്, അതിന് ചരിഞ്ഞിട്ട്. അതായത് ഇതൊരു മട്ട ത്രികോണമാണ്, ഇത് 90 ഡിഗ്രിയാണ്. അത് കണ്ടാൽ തന്നെ അറിയാം. അതാണ് റൈറ്റ് ഇങ്ങനെ വന്നത്, മട്ട ത്രികോണമാണ്. അപ്പോൾ ഇതിലെ നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ വരുന്ന സൈഡിനെ നമുക്ക് ഇതിന് പാർശ്വോന്നതി. ഈ സൈഡിൽ ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ സ്ലാൻഡ് ആയിട്ടാണ് വരുന്നത്, അതുകൊണ്ട് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയും. L പാർശ്വോന്നതി. കർണം എന്ന് പറയുന്നത് L ആണ്. L സ്ക്വയർ സമം മറ്റുള്ളതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സ്ക്വയർ കൂട്ടുന്നതിന് തുല്യമാണ് പൈതഗോറസ് തിയറം. അതായത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിൽ കിടക്കുന്നത് കർണം. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അല്ലെ മറ്റ് 2 സൈഡിൻ്റെ സ്ക്വയറുകളുടെ സമം. അതായത് ഇത് നമുക്ക് 3 ഫോർമുല നോക്കാം. L ഈക്വൽ ടു √H സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. πRL എന്നൊക്കെ വരും. അപ്പോൾ L കണ്ടുപിടിച്ചു, ആറും തന്നു കഴിഞ്ഞാൽ നമുക്ക് L കണ്ടുപിടിക്കാം ഇങ്ങനെ. അപ്പം ചിലപ്പോൾ L തന്നേക്കും, H കണ്ടുപിടിക്കണം. ആറും Lഉം ആരവും പാർശ്വോന്നതി തന്നിരിക്കും. പാർശ്വോന്നതി തന്നാൽ ഇതിൽ നമുക്ക് H കണ്ടുപിടിക്കണ്ടെങ്കിലോ, Lഉം ആറും തന്നിട്ടുണ്ട്. H കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിങ്ങ് ഇപ്പുറത്ത് പോന്നാൽ മതിയല്ലോ. H സ്ക്വയർ സമം കർണം സ്ക്വയറിൽ നിന്ന് മറ്റേ സൈഡിൻ്റെ സ്ക്വയർ.
എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. എൽ എന്ന് പറയുന്നതാണ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്, അതായത് ഏറ്റവും വലിയ സൈഡ്. അപ്പോൾ എല്ലും ആറും അത് തന്നേക്കുന്നതെങ്കിൽ നമുക്ക് എച്ച് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. എച്ച് സ്ക്വയർ സമം എല്ലല്ലേ വലുത്, കാരണം സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഇനി ആറ് കണ്ടുപിടിക്കണ്ടെങ്കിൽ എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ റൂട്ട് ആർ ഈക്വൽ ടു എച്ച് സ്ക്വയർ. എച്ചാ കണ്ടുപിടിക്കേണ്ട. ഇനി അത് 3 നമുക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ നേരെ ഈ സർക്കുലർ കോണിൻ്റെ, അതായത് വൃത്തസ്തൂപികയുടെ ഫോർമുല പഠിക്കാം. ഇനി ഇതിനുകൊണ്ട് വളഞ്ഞ വിസ്തീർണം, അതായത് CSA കർവ്ഡ് സർഫസ് ഏരിയ, അതെന്ന് പറയുന്ന πRL സ്ക്വയർ യൂണിറ്റ്സ്. ഇനി TSA ആകെ ഉപരിതല വിസ്തീർണം കാണണമെങ്കിൽ CSA പ്ലസ്, പിന്നെ ഇവിടെ ബേസ്, ഇതിവിടെ ഇങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല, ബേസ്, അതായത് ഇത് ബേസ് ഏതാകൃതിയിലാണ്, സർക്കിൾ ആകൃതിയിലാണ്, πR സ്ക്വയർ. ദാറ്റ് ഈസ് സർഫസ് ഏരിയ πRL പ്ലസ് πR സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് എന്ത് വരും, ഇതിൽ നിന്ന് πR ഇഞ്ഞ് വെളിയിലെടുക്കുക, ഒരുപോലെ വന്നുകൊണ്ട് πR ഇൻറ്റു എൽ പ്ലസ് ആർ, πR ഇൻറ്റു എൽ പ്ലസ് ആർ. ഈ എല്ല് കണ്ടുപിടിക്കണമെങ്കിൽ ചിലപ്പോൾ എച്ചും ആറും തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ, ഇത് മട്ടത്രികോണമാണ്, എല്ല് കർണമാണ്, അതുകൊണ്ട് എല്ല് സമം റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. അത് കണ്ടുപിടിച്ചിട്ട് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യണം. എല്ല് എന്താ എച്ച് എന്താന്നൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കാം. ഇനി ഈ കോണിൻ്റെ വ്യാപ്തം, വോളിയം ഈക്വൽ ടു 1/3 πR സ്ക്വയർ എച്ച്, അത്രയും ക്യൂബിക് യൂണിറ്റ്സ്. അതാണ് അതിൻ്റെ ഫോർമുല, അത്രയും ക്യൂബിക് യൂണിറ്റ്സ്. സർക്കുലർ കോണിൻ്റെ, വൃത്തസ്തൂപികയുടെ റൈറ്റ് സർക്കുലർ കോണിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല πR സ്ക്വയർ എച്ച്, 1/3 πR സ്ക്വയർ എച്ച്. നെക്സ്റ്റ് സ്ഫിയർ അഥവാ ഗോളം. സ്ഫിയർ, ഇതിൻ്റെ സർഫസ് ഏരിയ, ഉപരിതല വിസ്തീർണം കാണാനുള്ള ഫോർമുല 4πR സ്ക്വയർ ആണ്. 4πR സ്ക്വയർ. അതും അർദ്ധഗോളവും കൂടെ ബന്ധപ്പെടുത്തി പഠിച്ചാൽ നല്ല ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഗോളം എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ള് ഇത് വരും, അർദ്ധഗോളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയേ വരത്തുള്ളൂ, അതിൻ്റെ പകുതി. ഇപ്പോൾ ഒന്ന് പഠിച്ചാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ പകുതിയാകുമ്പോൾ നമുക്ക് പഠിക്കാം. ഇത് സർക്കിൾ പോലെ വരും. പകുതിയാകുമ്പം ഇത് ഗോളത്തിൻ്റെ പഠിച്ചാൽ മറ്റേതിൻ്റെ പകുതിയാകുമ്പോൾ നമുക്കറിയാം അർദ്ധഗോളം മീൻസ് പകുതി. അർദ്ധഗോളം എന്ന് പറഞ്ഞാൽ ഈ 4πR സ്ക്വയറിൻ്റെ പകുതി /2, അതായത് 2πR സ്ക്വയർ വരും. ഒന്ന് പഠിച്ചാൽ മറ്റേത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇനി അർദ്ധഗോളത്തിൻ്റെ സർഫസ് ഏരിയ, ഉപരിതല വിസ്തീർണം. ഇനി അത് കർവ്ഡ് സർഫസ് ഏരിയ ആണ്, ഈ വളഞ്ഞ ഇതിന് മാത്രം വന്നത്, മറ്റേതിൻ്റെ പകുതി വരുന്നത്. ഇനി ഈ ഒരു ഭാഗവും കൂടെ വരുമല്ലോ, ഈ ഒരു ഫേസ് ഷെയ്ഡഡ് പോർഷനും കൂടെ വരുമല്ലോ. ടോട്ടൽ സർഫസ് ഏരിയ ഉണ്ട് അതിന്. ടോട്ടൽ സർഫസ് ഏരിയ ആകെ ഉപരിതല വിസ്തീർണം, അതായത് എന്തുവരും, അർദ്ധഗോളത്തിൻ്റെ സർഫസ് ഏരിയ, പിന്നെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ കർവ്ഡ് സർഫസ് ഏരിയയും ഇതും കൂടെ കൂട്ടണം. CSA പ്ലസ് ഇതിൻ്റെ ഏരിയ എന്താണ്, ഇത് സർക്കിളാണ്, πR സ്ക്വയർ. ദാറ്റ് ഈസ് 2πR സ്ക്വയർ പ്ലസ് πR സ്ക്വയർ, ഒരു πR സ്ക്വയർ. ഇതിൻ്റെയും കൂടെ കൂട്ടണം. ഇതിൻ്റെ ഹാഫാണ് അതിൻ്റെ സർഫസ് ഏരിയ, കർവ്ഡ് വളഞ്ഞതിൻ്റെ. ഇതും കൂടി വരും, അതായത് ഒരു πR സ്ക്വയർ, ഒരു ഏരിയ ഈ സർക്കിൾ അതും കൂടെ വരും. അപ്പോൾ 2 πR സ്ക്വയറും 1 πR സ്ക്വയറും കൂടെ കൂട്ടിയാൽ 3 πR സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ സ്ഫിയർ ഗോളത്തിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4 πR സ്ക്വയർ ആണ്, കാരണം അത് കർവേ വരുന്നുള്ളൂ. പിന്നെ അർദ്ധഗോളത്തിന് കർവും വരുന്നുണ്ട്, ഈ ഭാഗവും വരുന്നുണ്ട്, ആ മുറിഞ്ഞ ഭാഗം, ഈ സർക്കിളാകൃതിയിൽ.
അപ്പോൾ CSAയും ആകെ ഉപരിതല വിസ്തീർണ്ണം ചോദിച്ചെങ്കിൽ CSAയും പിന്നെ ഈ സർക്കിളിൻ്റെ ഇതും കൂടി കൂട്ടണം. അതായത് πr² കൊണ്ട്. CSA എത്രയാണെന്ന് നമുക്കറിയാം. അർദ്ധഗോളം നേരെ പകുതി ഇതിൻ്റെ ഒന്നിൻ്റെ കഴിച്ചാൽ അർദ്ധഗോളം എന്ന് പറയുമ്പോൾ അതിന് നേരെ പകുതി വരും. അതായത് 3πr². ഇനി നമുക്ക് ഇതിൻ്റെ വ്യാപ്തം പഠിക്കാം. വ്യാപ്തം ഇനി ഇതിൻ്റെ വ്യാപ്തം കാണാനുള്ള ഫോർമുല 4/3 πr³ ക്യൂബിക് യൂണിറ്റ്. ക്യൂബിക് യൂണിറ്റ്സ് ഈ വോളിയത്തിനെല്ലാം വ്യാപ്തത്തിനെല്ലാം അങ്ങനെ അല്ലാന്ന്. ഗോളത്തിൻ്റെ ആണ് 4/3 πr³. ഇനി അർദ്ധഗോളം അല്ലെങ്കിൽ ഹെമിസ്ഫിയർ എന്ന് പറയും. അർദ്ധഗോളം അല്ലെങ്കിൽ എന്താ അതിന് പറയാം ഇംഗ്ലീഷിൽ? ഹെമിസ്ഫിയർ. അതിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ പകുതി വരും. അതായത് 1/2 ഓഫ് ഹാഫ്. ഇതിൻ്റെ ഹാഫ് 4/3 πr³. അതായത് 1/2 ഇൻറ്റു 4/3 πr³ എന്ന് പറഞ്ഞാൽ ഈ 2 ഇതും കൂടെ വിട്ടു 2/3 πr³. ഒരു അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തമാണെങ്കിൽ എന്ത് ചെയ്യണം? മറ്റേതിൻ്റെ നേരെ പകുതി അങ്ങ് എടുക്കുക. 2/3 πr³ അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഘനരൂപങ്ങളല്ലേ സോളിഡ്സിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇത് നല്ലതുപോലെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് ക്ലാസ്സിലെടുത്തത്. നിങ്ങൾക്ക് ക്ലാസ് നല്ലതായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.